നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഭാഗ്യം കണ്ടു കിട്ടിയല്ലോ. ഇരുട്ടും പരുന്തും റാഞ്ചാൻ വന്നതാണോ? അല്ല പളഞ്ഞി, ഞങ്ങൾക്ക് പളഞ്ഞിയെ കൊണ്ടൊരു ആവശ്യമുണ്ട്. ഒരു പെണ്ണിന്റെ ജീവൻ രക്ഷിക്കണം, ഒരു കുടുംബത്തിന്റെ മാനം കാക്കണം. ശരവണൻ അവനാ പ്രശ്നം. അവനുമായിട്ട് എനിക്ക് ഒരു ഇടപാടും ഇല്ല. അതറിയാലോ, അതുകൊണ്ടല്ലേ ഇങ്ങോട്ട് തന്നെ വന്നത്. ശരവണ് ഭാര്യയും മക്കളുള്ള വിവരം ഞങ്ങൾക്കറിയാലോ. ഞങ്ങൾക്ക് അവരെ ഒന്ന് കാണണം. പളഞ്ഞി അവരെ ഞങ്ങൾക്ക് കാണിച്ചു തരണം. എനിക്കറിയില്ല സാറേ. പളനിക്കറിയാം. അറിയില്ലെന്ന് പളനി മനഃപൂർവ്വം കള്ളം പറയുന്നതാ. ശരവണൻ ഒരു വലിയ വീട്ടിലെ പെണ്ണിനെ കറക്കിയെടുത്തിരിക്കുക. അവര് കല്യാണം കഴിക്കാൻ പോവുക. ചതിയല്ലേ അത്? ഭാര്യയുള്ളവൻ ആ കൊച്ചിനെ വഞ്ചിക്കുകയല്ലേ ചെയ്തത്? ആ കൊച്ചിനെ ഞങ്ങൾക്ക് രക്ഷിക്കണം. എനിക്കറിയില്ല ഒന്നും. വെറുതെ വേണ്ട, കാശ് തരാം. എത്ര വേണം? ഒരു 15,000 രൂപ. അതിത്തിരി കൂടി പോയി. ഒരു 10,000 രൂപ തരും. പളഞ്ഞി സമ്മതിക്കണം. പളനി വേറെ ഒന്നും ചെയ്യണ്ട. ശരവണന്റെ ഭാര്യ ഒന്ന് കാണിച്ചെന്നാ മാത്രം മതി. ബാക്കി നമ്മൾ ചെയ്തോളാം. ഞാൻ ചൂണ്ടിക്കാണിച്ചു തരാം. അതോടെ എന്റെ ജോലി കഴിഞ്ഞു. സമ്മതമാണോ? സമ്മതം. എന്നാ പോവാം. പിന്നൊരു കാര്യം, ഈ വിവരം രഹസ്യമായിരിക്കണം. ഒരാളും ഒന്നും അറിയരുത്. ഇത് തന്നെയാ എനിക്കും അങ്ങോട്ടും പറയാനുള്ളത്. ഞാനാണ് ഒറ്റയെന്ന് പറഞ്ഞാൽ ശരവണ എന്നെ വച്ചയ്ക്കില്ല. അതൊന്നുമില്ല, പളഞ്ഞിയെ അവൻ തൊടില്ല. തൊടാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. ഞാൻ കുടിച്ചിട്ടേ ഗ്ലാസ് കൊടുത്തിട്ട് വരാം. നീ എന്താ ഇവിടെ വന്നിരിക്കുന്നത്? എന്തെങ്കിലും പുതിയ അടവെല്ലാം പ്ലാൻ ചെയ്യുവാണോ? എനിക്ക് ജോലിക്ക് പോണം. വിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ പട്ടിണി കിടന്ന് ചാവും. ഓ, അപ്പോ ഭീഷണിയാണ്. എങ്കിൽ പിന്നെ നീ ജോലിക്ക് പോകണ്ട. ഞാൻ ജോലിക്ക് പോയാൽ നിങ്ങൾക്കെന്താ? നീ പ്രേമിച്ച് സമ്മതിച്ചു കഴിഞ്ഞാ പോയിക്കോ. പ്രേമിച്ചാണോ എന്റെ ഭർത്താവ്? എടി, ഈ വീട്ടിലെ ഏക സ്ത്രീ ചേച്ചിയാ. ചേച്ചി എനിക്ക് എന്റെ അമ്മയെ പോലെയാ. നിനക്കൊരു അമ്മായിയമ്മ ഉണ്ടായിരുന്നെങ്കിൽ നീ സമ്മതം ചോദിക്കില്ലായിരുന്നോ? ഇത് അങ്ങനെ കണ്ടാ മതി. അതിന് പ്രേമിച്ച് സമ്മതിക്കണ്ടേ? അവരെന്നെ ഈ വീട്ടിലെ വേലക്കാരിയായിട്ടാ കാണുന്നത്. അവരൊരിക്കലും ഞാനൊരു പുറം ജോലിക്കാരി ആവുന്നത് സഹിക്കില്ല. എങ്കിൽ പിന്നെ എനിക്കൊന്നും ചെയ്യാനില്ല. ഞാൻ നിങ്ങളെ കൊണ്ട് സമ്മതിപ്പിച്ചാലോ? എങ്കിൽ ആ വഴി നോക്കുന്നതായിരിക്കും നിനക്ക് നല്ലത്. ഇവിടെ പട്ടിണി കിടന്ന എനിക്കെന്തെങ്കിലും സംഭവിച്ചാ അതിന് കാരണക്കാരൻ നിങ്ങൾ മാത്രമായിരിക്കും. പട്ടിണി കിടക്കല് ഒരു തരത്തിൽ ആത്മഹത്യാ ശ്രമമായിട്ട് വരും. വേണമെങ്കിൽ പോലീസിന് കേസ് കൊടുക്കാം. എങ്കിൽ എടുക്കാൻ പറ. എനിക്ക് ഒരു പേടിയില്ല. എനിക്ക് അത്ര പോലും ഇല്ല. നീ പട്ടിണി കിടന്നാ നിനക്ക് അതിന്റെ ദോഷം, അല്ലാതെ എനിക്കൊന്നുമില്ല. അപ്പോഴേ എന്നെ ജോലിക്ക് വിടാൻ തയ്യാറല്ല അല്ലേ? ഞാൻ നിന്നോട് പറഞ്ഞല്ലോ, പ്രേമിച്ച് അത് തീരുമാനിക്കേണ്ടത്. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു തീരുമാനമൊന്നും ഇല്ലേ? ഇക്കാര്യത്തിൽ ഇല്ലേ ഇല്ല. എങ്കിൽ കണ്ടോ, ഭക്ഷണം കഴിക്കാതെ ഞാൻ ഇവിടെ കിടന്ന് ചാവും. ഓൾ ദി ബെസ്റ്റ്. എന്താ സാറ് അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു? സ്വാമിക്കറിയാലോ, സാമ്പത്തിക പ്രശ്നങ്ങൾ വല്ലാതെ ഉണ്ട്. സാറൊരു ആർഭാടും കാണിക്കുന്നില്ലല്ലോ സാറ്. എന്നിട്ടും ചെലവ് എന്താ ഇങ്ങനെ കൂടുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടക്കണ്ടേ? എത്രയും പെട്ടെന്ന് നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കണം. അതിന് ഞാൻ നോക്കിയിട്ട് ഒരു മാർഗമേ കാണുന്നുള്ളൂ. അതെന്ത് മാർഗം സാർ? സ്വാമിയുടെ പേരിൽ നമ്മൾ തമിഴ്നാട്ടിൽ കുറച്ച് സ്ഥലം വാങ്ങിച്ചിട്ടില്ലേ? അതെ. നമുക്കതങ്ങ് വിറ്റാലോ? അന്നേ അത് വിൽക്കാൻ നോക്കിയതാണല്ലോ സാറേ, അത് നടന്നില്ലല്ലോ. അന്ന് വിലയുടെ പ്രശ്നത്തിലല്ലേ കച്ചവടം നടക്കാതെ പോയത്. ഇനിയിപ്പോ വില അല്പം കുറഞ്ഞാലും കുഴപ്പമില്ല. ആവശ്യം നമ്മുടേതായി പോയില്ലേ? ശരി, സാറിന്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അത് നടക്കട്ടെ. പക്ഷെ അത് നല്ല സ്ഥലമായിരുന്നു. പണത്തിന് പണം തന്നെ വേണ്ടേ സ്വാമി? അതിന് വേറെ വഴികളുണ്ടല്ലോ സാറേ.